നമസ്കാരം. ഷൈനിയുടെയും അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മരണങ്ങൾ കേരളത്തോട് പറയുന്നത്. ഏറ്റുമാനൂരിലെ കൂട്ടാത്മഹത്യ കഴിഞ്ഞു 1.5 മാസം പിന്നിടുമ്പോഴാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസും 2 കുട്ടികളും ആത്മഹത്യ ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആദ്യമേ പറയട്ടെ. അതിജീവിക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ ഞാൻ പറയുന്നത്. ഒരു തവണയെങ്കിലും തൻ്റെ സ്റ്റേഷനിൽ ഷൈനിയും മക്കളും വന്നു ഞങ്ങളെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് വേദനയോടെ പറയുന്ന ഒരു പോലീസ് ഓഫീസറുടെ വാക്കുകളാണ് ഇവിടെ പ്രസക്തമാകുന്നത്. നമുക്ക് ആ വാക്കുകൾ കേൾക്കാം. ഒരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ അതുപോലെ ഒരു മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. ഇതുപോലെ ഇന്നലെ മരണപ്പെട്ട ലേഡിയും അതുപോലെ തന്നെ ഷൈനി, ഇത്തരത്തിലുള്ള ആ ലേഡീസ് ഒന്നും നമ്മുടെ സ്റ്റേഷനിൽ പരാതിയായിട്ട് നാളെ ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ഇവിടെ 9 മാസമായി. 9 മാസത്തോളം എനിക്ക് തോന്നുന്നത് ഒരു 2500ഓളം പരാതികളാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് കൂടുതലും കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പറയാൻ കാരണം കറക്റ്റ് ഡാറ്റാബേസ് പറയുകയാണെങ്കിൽ ജനുവരി 1 തൊട്ട് ഈ നിമിഷം വരെ 817 പരാതികൾക്കാണ് നമ്മൾ റെസിപ്റ്റ് കൊടുത്തേക്കുന്നത്. അതിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ അത് പരിശോധിച്ചതിന് ശേഷം ഈ കുടുംബനാഥന്മാർ, അത് പ്രശ്നം ഉണ്ടാക്കുന്ന ആണുങ്ങളെ ഇല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആണുങ്ങളെ വളരെ കൃത്യമായിട്ട് പോലീസ് മോണിറ്റർ ചെയ്ത് ഇവിടെ ബുക്ക് വെച്ച് ഒപ്പിടിക്കുകയും, ഈ ബുക്കെല്ലാം അതിൻ്റെയാണ്. ഇത് ഓരോരുത്തർ വന്ന് ഒപ്പിടുന്നതാണ്. എല്ലാവരും വന്ന് ഓരോ ഒപ്പിടിയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അവരിവിടെ മദ്യപിക്കാതെ വന്ന് ഒപ്പിടണം. മദ്യപിക്കാതെ വന്ന് ഒപ്പിട്ട് നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ലേഡി ഇവിടുന്ന് പരാതിയായിട്ട് വന്ന ലേഡീസിന് നമ്മളിവിടുത്തെ WWSയുടെ WPCയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഒപ്പിട്ടിട്ട് മദ്യപിക്കാതെ പോകണം. ആ ലേഡി പറയണം, എൻ്റെ ചേട്ടൻ ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഉപദ്രവങ്ങളെല്ലാം നിർത്തി, യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതും വരെ ഇവിടെ ഒപ്പിടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സൂയിസൈഡുകൾ കുറയുന്നുണ്ട്. ഞങ്ങളുടെ അടുക്കൽ വരുന്ന പരാതികളൊന്നും സൂയിസൈഡായിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്തിയേനെ എന്ന് ഉറപ്പുണ്ട്. അതിൻ്റെ അകത്ത് പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്ന ഒരു വികാരമുണ്ട്, ഒരു അച്ഛൻ എന്നൊരു വികാരമുണ്ട്. അപ്പോൾ ആ ഷൈനിയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ബോഡി അവിടെ ഇൻക്വസ്റ്റ് ടേബിളിൽ കിടത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിങ്ങിൻ്റെ പുറത്താണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കൂടാതെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടാം. ഒരു അപരിചിതത്തെ ആരും കാണിക്കണ്ട. ഞങ്ങളെ കൊണ്ടാവുന്ന ഞങ്ങൾ ചെയ്ത് സഹായിച്ചു തരാം. പിന്നെ അതിന് പോലീസ് സ്റ്റേഷനിൽ വരുമ്പം നിങ്ങളൊരു ഒരു പേടിപ്പെടുന്ന സംഭവം അതെല്ലാം കടന്നുപോയി. ആ കാലം എല്ലാം കടന്നുപോയി. ഏത് സർക്കാർ ഓഫീസിൽ പോകുന്ന പോലെയും പോലീസ് സ്റ്റേഷനിൽ വരാം. ന്യായമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിയമപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങൾ സാധിച്ചു തരും. ഈ കുടുംബ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് ഇതുപോലെ സൂയിസൈഡിലോട്ട് പോകാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, ബന്ധപ്പെട്ട് നമുക്ക് അതിന് സൊല്യൂഷൻ എന്തായാലും ഉണ്ടാക്കാമല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയും വളരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെതായ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് അപ്പോൾ അവർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇൻക്വസ്റ്റ് നടന്നു വരികയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്കത് നോക്കാം. ശരിയാണ്. ഈ പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ ഷൈനി ഒന്ന് ആ SHO ചെന്ന് കണ്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്നവർ ജീവിച്ചിരുന്നേനെ എന്ന് വെറുതെ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഷൈനി മക്കളുമായി ട്രെയിനിന് മുൻപിൽ ജീവനൊടുക്കി 1.5 മാസം തികയും മുൻപേ അഭിഭാഷകയായ ജിസ്മിയുടെയും പിഞ്ചുമക്കളുടെയും ചേതനേറ്റ ശരീരം അത് കാണേണ്ടി വന്ന പോലീസ് ഓഫീസറാണ് ഈ ഏറ്റുമാനൂരിലെ SHO ആയിട്ടുള്ള AS അൻസിൽ അഫസിൽ. തുടർച്ചയായിട്ട് 2 ദാരുണ സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്ന സങ്കടത്തിലാണ് ഇൻക്വസ്റ്റിൽ പങ്കെടുത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. 1 മാസത്തിനിടെ തുടർച്ചയായ 2ാമത്തെ കൂട്ട ആത്മഹത്യയാണ് ഏറ്റുമാനൂരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് 2 സംഭവങ്ങളിലും ഈ കൂട്ട ആത്മഹത്യകൾ ഉണ്ടായത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് വരുന്നതും നമ്മളെ വേദനിപ്പിക്കുന്നതും. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ദിവസവും 100-നടുത്ത ആളുകൾ വിവിധ വിഷയങ്ങളിൽ ഒപ്പിടുന്ന ഒരു സ്റ്റേഷൻ എന്നുള്ള പ്രത്യേകത. അതാണ് ഏറ്റുമാനൂർ. കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ 2025 ജനുവരി 1 മുതൽ മാർച്ച് 30 വരെ മാത്രം ലഭിച്ച പരാതികൾ എന്ന് പറയപ്പെടുന്നത് 800ഓളമാണ്. അതിൽ 500ഓളം കുടുംബ പ്രശ്നങ്ങളാണ്. ഇതിലൊരു 10% അടുത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരാണ് കൂടുതലും.
ഇത്തരത്തിൽ ഇവിടെ മദ്യപിച്ച് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അവർ കുടുംബങ്ങളിൽ പോയി വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന് രാത്രി 8 മണിക്ക് ശേഷം ഒപ്പിടൽ നടത്തണം. ഒപ്പിടാൻ വന്നില്ല എങ്കിൽ വളരെ കൃത്യമായി അവരെ വിളിച്ചു ചോദിക്കും എന്താണ് വരാത്തത് എന്ന്. ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം, അല്ലാതെ നിർത്തില്ല. അപ്പോൾ ഇതുപോലെ വളരെ കൃത്യമായിട്ട് മേൽനോട്ടവും ആത്മാർത്ഥമായ സേവനവും നടത്തിയാണ് ഈ ഏറ്റുമാനൂർ പോലീസുകാർ ഏകദേശം 100 കണക്കിന് ആത്മഹത്യകൾ തടഞ്ഞുകൊണ്ടുവരികയാണ്. അപ്പോൾ എന്നാൽ കഴിഞ്ഞ 2 മാസം മുൻപ് ചിതറിത്തെറിച്ച ഷൈനിയും 2 കുഞ്ഞു ശരീരങ്ങളും മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റ് ടേബിളിൽ പെറുക്കി വെച്ച് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലീസുകാരൻ്റെ മനസ്സിൽ തൻ്റെ പെൺമക്കളുടെ മുഖങ്ങൾ തെളിഞ്ഞു വന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ ഈ ഷൈനിയും മക്കളും വന്നു എങ്കിൽ, ഞങ്ങളെ വന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോയ നിമിഷമെന്ന് ഓർക്കുകയാണ് ആ പോലീസുകാരൻ. അപ്പോഴാണ് സമാനമായ സംഭവം വീണ്ടും ഉണ്ടായത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് അഭിഭാഷകയും 2 മക്കളും മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. തൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിരവധി പേർ മദ്യപിച്ചുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നാണ് ഈ അൻസിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്തവർ പരാതിയുമായി എത്തിയിരുന്നില്ല, അഥവാ പരാതിയുമായി എത്തിയിരുന്നുവെങ്കിൽ സ്ഥിതി മറിച്ചാവുമായിരുന്നു എന്നാണ് ആ പോലീസുകാരൻ്റെ വാദവും. ശരിയായിരിക്കാം, ഒരിക്കലെങ്കിലും അവർ ഈ സ്റ്റേഷനിൽ പോകേണ്ടതായിരുന്നുവെന്ന് ഇപ്പോൾ എനിക്കും തോന്നുന്നു. ഷൈനിയുടെയും മക്കളുടെയും ഒക്കെ മരണശേഷം നടത്തിയ ഈ ബന്ധുക്കൾ നടത്തിയ ചർച്ച, ആ ചർച്ചയിലൊക്കെ മൃതദേഹങ്ങൾ തൊടുപുഴയിലുള്ള ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സുരക്ഷ ഒരുക്കിയപ്പോൾ ഷൈനിയുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ശാപവാക്കുകൾ കേട്ടത് ഈ ഏറ്റുമാനൂർ പോലീസുകാരാണ്. പക്ഷെ പിന്നീട് 2 ദിവസത്തിന് ശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷൈനിയുടെ ഭർത്താവായിട്ടുള്ള നോബിയെ വീട്ടിൽ നിന്ന് തന്നെ പൊക്കിയത് ഈ അൻസിലിൻ്റെ നേതൃത്വത്തിലാണ് എന്നുകൂടി പറയട്ടെ. പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ജാമ്യം ലഭിക്കാതെ 28 ദിവസമാണ് ഈ നട്ടലില്ലാത്ത നോബി എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ടവൻ ജയിലിൽ കഴിഞ്ഞത്. ഇങ്ങനെ ആത്മഹത്യക്ക് കാരണങ്ങൾ നിരവധി ഉണ്ടാകുമെന്ന് പറയട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്ന് ആത്മഹത്യ പെരുകുന്നു എന്നത് സത്യമാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങനെ ജനം മരിക്കാതിരിക്കും? നാട്ടിൽ മുഴുവൻ ബാറുകൾ സമൃദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. LDF സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ ആദ്യം വരുന്നത് ബാറുകളുടെ കണക്കില്ലാത്ത വിവരങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പെട്ടിക്കടയിൽ വരെ മദ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം പിണറായിയുടെ സർക്കാരും ചേർന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കുടിച്ചു ചാവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരു സർക്കാർ, പണം കിട്ടാവുന്ന 2 വഴികൾ മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന് കരുതുന്ന ഈ സർക്കാർ ജനത്തെ പിഴിഞ്ഞും പണമുണ്ടാക്കാൻ ബാറിനും ലോട്ടറിക്കും അവസരങ്ങൾ ധാരാളമായി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. മുട്ടിന് ബാറുണ്ടാക്കി യഥേഷ്ടം ലൈസൻസ് നൽകി ജനത്തിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാർ, എന്നിട്ട് അതിന് പേര് ജനകീയ സർക്കാർ എന്ന്. കഷ്ടം. ഈ സർക്കാരിനെ കുറിച്ച് ഇങ്ങനെ ഒരു പേര് പറഞ്ഞു പോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു ജനകീയ സർക്കാർ. മുൻപ് ബാറുകളൊക്കെ അടച്ചുപൂട്ടി വലിയ സിദ്ധാന്തമൊക്കെ പറഞ്ഞ് ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ബാറുകളെ വെട്ടിച്ചുരുക്കി. അപ്പോൾ മദ്യപിക്കാൻ ഇടമില്ലാതെ ഈ മദ്യപാനികൾ ഓടി നടന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ ഇത്തരത്തിൽ ആത്മഹത്യകൾ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്രത്തോളം കൂടുതൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ അതിനുശേഷമാണ് LDF സർക്കാർ അധികാരത്തിലെത്തുന്നതും ബാറുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. മുട്ടിന് ബാറുകൾ തുറന്നു, പെട്ടിക്കട പോലെ എവിടെയും മദ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. എന്നിട്ട് അതിന് പേരിട്ടതാണ് ജനകീയ സർക്കാർ എന്ന്. കഷ്ടമാണ്. ഇപ്പോൾ എന്താ അവസ്ഥ? ബാറുകൾ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പിണറായി സർക്കാർ എത്തുമ്പോൾ ഈ കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു ഹബ്ബായി തീർന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലഹരി കൊണ്ട് നിറഞ്ഞ കേരളമാക്കി മാറ്റിയിരിക്കുന്നു ഈ സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, സിനിമാ മേഖലയിൽ അടക്കം ലഹരി എന്ന് പറയപ്പെടുന്നത് സുലഭമായി കിട്ടുന്നു. സമസ്ത മേഖലകളിലും സാമൂഹ്യ വിപത്തായിട്ടുള്ള ലഹരി കച്ചവടം പൊടിപൊടിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാ ദിവസവും മാധ്യമങ്ങളോട് തള്ളുന്നുണ്ട് ലഹരി വേട്ടയെക്കുറിച്ച്, അതിനുവേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന ക്യാമ്പയിനുകളെക്കുറിച്ച്. സത്യത്തിൽ ഇത് ലഹരിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണോ അതോ ലഹരിക്ക് വേണ്ടിയുള്ള ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ആണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ പോലീസിനെ നോക്കുകുത്തിയാക്കി ലഹരി കച്ചവടം പൊടിപൊടിക്കുന്നു.
പോലീസ് മന്ത്രിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു പദവി എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മദ്യത്തിലൂടെ കിട്ടുന്ന കോടികൾ കളയാൻ തയ്യാറാകാത്ത പിണറായി സർക്കാർ ഇവിടെ ജനത്തിന്റെ ജീവന് നൽകുന്നത് എന്താണെന്നറിയാമോ? പുല്ലുവിലയാണ്. നട്ടലില്ലാത്ത അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന സ്വജനപക്ഷവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഊറ്റം കൊള്ളുന്ന നാറികൾ ഭരിക്കുന്ന ഒരിടമാക്കി മാറ്റിയിരിക്കുന്നു ഈ ഗോഡ്സ് ഓൺ കൺട്രിയെ എന്ന് പറയേണ്ടിയിരിക്കുന്നു, വളരെ വേദനയോടെ, വിഷമത്തോടെ. പക്ഷെ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആത്മഹത്യകൾ എന്ന് പറയപ്പെടുന്നത് ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും, സംശയമില്ല. അപ്പോൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അതിജീവിക്കുവാൻ ശ്രമിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.